കേരളം സാമ്പത്തിക ഉപരോധം നേരിടുന്നു എന്നതടക്കമുള്ള ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അതേസമയം തന്നെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അണിനിരത്താൻ കഴിഞ്ഞു എന്ന രാഷ്ട്രീയ വിജയം കൂടി ഈ പ്രതിഷേധ സമരത്തിൻ്റെ സവിശേഷതയായിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയും ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, മുഖ്യമന്ത്രിയുടെ പ്രസംഗം, അതിനുശേഷം പിന്നെ കെജ്രിവാളിൻ്റെ പ്രസംഗം, അതിൽ ഇതിനൊരു കക്ഷിരാഷ്ട്രീയ നിറം കൊടുക്കേണ്ടതില്ല, ആരെയും തോൽപ്പിക്കാനല്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നലെയെങ്കിലും മുഖ്യമന്ത്രിയേക്കാൾ ശക്തമായി, മറ്റേതൊരു നേതാക്കന്മാരെക്കാളും ശക്തമായി കേജ്രിവാൾ പ്രസംഗിച്ച താരമായി എന്ന് കരുതാമോ? അത് ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം ഒരൽപ്പം തണുപ്പുള്ളതായിരുന്നു എന്ന വിമർശനത്തിന് ഇടവരുത്തുന്നതാകുമോ, പ്രത്യേകിച്ചും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന്? വേണു, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കേരള ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ യഥാർത്ഥത്തിൽ ഒരു കുറ്റപത്രമാണ് നിവർത്തിയത്. 45 മിനിറ്റ് നീണ്ട വാർത്താ സമ്മേളനത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ കേന്ദ്രത്തിനെതിരെ കടുത്ത വാക്കുകളിൽ അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കണക്കുകൾ നിരത്തി തന്നെയാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഈ ഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയുടെ മൂർച്ച ഇന്ന് ജന്തർ മന്ദിറിലെ പ്രസംഗവേദിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരള ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ നിരത്തിയ കണക്കുകൾ അദ്ദേഹം ഇന്ന് ആവർത്തിച്ചു. ഒപ്പം ഈ കേന്ദ്രത്തിനെതിരായ വിമർശനം ഉണ്ടായിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച ആ മൂർച്ച വാക്കുകൾക്ക് ഇല്ലായിരുന്നു. എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കാര്യങ്ങൾ എല്ലാം തന്നെ എടുത്തു പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ച സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിനൊപ്പം തന്നെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യൽ എന്നുള്ളത്. അത് വ്യാപകമായി നടക്കുന്നു. തെരഞ്ഞെടുപ്പ് പോലും ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. താൻ നാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, സീതാറാം യെച്ചൂരിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ഇത്തരത്തിൽ നേതാക്കൾ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുകയും ഈ അടുത്തിടെ ജാർഖണ്ഡിലുണ്ടായ ഹേമന്ത് സോറനെതിരായ നടപടികളടക്കം അദ്ദേഹം പരാമർശിക്കുകയുമുണ്ടായി. ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ വേദിയിൽ സംസാരിച്ചത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ വിശദാംശങ്ങളും തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി. ഒപ്പം തന്നെ കേരളത്തിന് അടിയന്തര സാഹചര്യം ഉണ്ടായ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവഗണന കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും വിദേശങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സഹായം പോലും മുടക്കി എന്നുമുള്ള ആരോപണവും മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ദേശീയ തലത്തിൽ ഒരു വേദിയായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ സഫലീകരിക്കാൻ ഈ ഡൽഹിയിലെ സമരത്തിലൂടെ കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഒഴികെ മറ്റെല്ലാ പാർട്ടികളുടെയും പ്രാതിനിധ്യം, ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ എല്ലാം പ്രാതിനിധ്യം ഉറപ്പിക്കാനും ഈ പ്രതിഷേധത്തിന് കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതിൽ ഒരു സന്ദേശം കേന്ദ്ര സർക്കാരിനെതിരെ ലക്ഷ്യം വെച്ച ഒരു ഉദ്ദേശം കൃത്യമായി തന്നെ പാലിക്കാൻ കഴിഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കും എന്നും സർക്കാരിന് മേലുള്ള സമ്മർദ്ദം ഇത്തരത്തിൽ ഈ NDA സർക്കാരുകളോടും മറ്റ് പ്രതിപക്ഷ സർക്കാരുകളോടും കാണിക്കുന്ന ഈ വിവേചനം തുറന്നു കാണിച്ച് അത് ജനങ്ങൾക്ക് മുന്നിൽ പ്രചരണമാക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരുകളുടെ പ്രാദേശികമായ പാർട്ടികളുടേത് അടക്കമുള്ള ഒരു കൂട്ടായ്മ കേന്ദ്ര സർക്കാരിനെതിരെ രൂപീകരിക്കുക എന്നുമുള്ള ഒരു നീക്കത്തിന് കൂടിയാണ് ഈ ഒരു സമരത്തിലൂടെ കേരളം ശ്രമിച്ചിരിക്കുന്നത്, സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കർണാടക സമാനമായ വിഷയങ്ങൾ ഉന്നയിച്ചെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളെ ക്ഷണിച്ചിരുന്നില്ല. എന്നാൽ കേരളം ആദ്യം തന്നെ ഈ കാര്യത്തിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളെയും അറിയിപ്പ് നൽകി ഒരു വേദിയിലേക്ക് കൊണ്ടുവന്ന് എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെയും ഒരു വിഷയത്തിലാണ് ഈ പ്രതിഷേധം എന്ന കൃത്യമായ ഒരു ചിത്രം ദേശീയ തലത്തിൽ നൽകുന്നതിൽ വലിയൊരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു. ശരി, ബൽറാം നെടുങ്ങാടിയും ആർ രാധാകൃഷ്ണനുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.